അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വന്നാൽ ബെല്ലടിച്ചിട്ട് ആദ്യം വീട്ടിലോട്ട് കയറത്തില്ല. ഈ ഭാഗത്തെല്ലാം ഇച്ചിരി കുറച്ച് നേരം നോക്കി നിന്നിട്ടായിരിക്കും കയറുന്നത്. നമുക്ക് ഇച്ചിരി സ്പേസ് മതിയല്ലോ. 4 കളർ പൂ ഒരു ചെടിയെ പിടിച്ചാൽ എന്ത് ഭംഗിയാണ്. ഹായ് ഫ്രണ്ട്സ്, മമ്മ സാപ്ലിങ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് കുറച്ചധികം ചെടികൾ വിൽക്കാനുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് ജയ്പോങ് റെഡിൻ്റെ കുറേ തൈകളുണ്ട്. എന്ത് ഭംഗിയുണ്ട് നോക്കേ കാണാൻ. സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ വേറെ ചെടികളൊന്നും വേണ്ട. ഇതൊക്കെ സെറ്റ് ചെയ്താൽ എന്ത് ഭംഗിയാണ്. ഇതെല്ലാം 250 റേറ്റാട്ടോ. ഇത് പോട്ടോട് കൂടി വേണമെങ്കിൽ പോട്ടോട് കൂടി അയച്ചു തരും. അപ്പോൾ അതിനുള്ള കൊറിയർ ചാർജ് നിങ്ങൾ പേ ചെയ്യണം. ഇതിൻ്റെ റേറ്റ് 250. കൊറിയർ ചാർജ് കൂടി ആകുമ്പോൾ 100 രൂപയും കൂടി ആകുമായിരിക്കും. അറിയില്ല, ഞാൻ പോട്ടോട് അയച്ചിട്ടില്ല. മണ്ണിനൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ ഇതിന്. കൊടുത്തേക്കുന്ന മണ്ണും പൊട്ടി മിക്സിനും വെയിറ്റ് കാണും. അന്നേരം അതിൻ്റേതായിട്ടുള്ള കൊറിയർ ചാർജ് പിന്നെ അത് അയച്ചിട്ട് തന്നാലും മതി. 250. അത് 300-ൻ്റെ ആണ്. കുറേ കൂടി നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി പ്ലാന്റാണ്. അതിമനോഹരമായ ജയ്പോങ് റെഡ് 300-ൻ്റെ. എന്നാൽ നിങ്ങൾ ചോദിക്കും വേറെ ചെടികളുണ്ടോ? എല്ലാം ഉണ്ട്, വേറെ ചെടികളും ഉണ്ട്. പക്ഷേ ജയ്പോങ് റെഡിൻ്റെ ആവശ്യക്കാർ നമ്മുടെ തമിഴ്നാട്, ബാംഗ്ലൂരിലുള്ളവർ കൂടുതലും ജയ്പോങ് റെഡ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ കൂടുതലും ഈ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ജയ്പോങ് റെഡ് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അല്ലാതെ റെഡ് ഏഞ്ചലുണ്ട്, റെഡ് കളറിൻ്റെ വേറെയും ചെടികളുണ്ട്. പക്ഷേ ഇത് ആവശ്യക്കാർ കൂടിയതായതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 250, അത് 300. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെടികൾ വയ്ക്കാൻ കൂടുതൽ സ്ഥലം കാണില്ല. ഈ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടമായിരിക്കും. പക്ഷേ അവർക്ക് വളർത്താൻ സ്പേസ് കാണില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് നല്ലൊരു ഓഫറാണ് മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൺവില്ല. ഇതിനകത്ത് എല്ലാം 3-4 കളറുകളാണ്. എല്ലാം നല്ല നല്ല ചെടികളാണ്. ഇതിൽ നോക്കേ, ഗ്രാഫ്റ്റഡ് പോർഷൻ കാണിക്കാം. ഇതാണ്ട്, ഇത് ഗ്രാഫ്റ്റഡ് ആണ്, ഇത് ഗ്രാഫ്റ്റഡ് ആണ്, ഇത് ഗ്രാഫ്റ്റഡ് ആണ്, ഇത് ഗ്രാഫ്റ്റഡ് ആണ്. 4 ഒരു ചെടി തന്നെ 4 വെറൈറ്റിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അതേപോലെ ഇതുമെല്ലാം അങ്ങനെ തന്നെ. ഇതെല്ലാം അഴിച്ചു മാറ്റി. ഇത് ഗ്രാഫ്റ്റഡ്. ഇതിവിടെ 2 എണ്ണം ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് 3, 4 എണ്ണം ഇതിലുണ്ട്. ഇത് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. 1, 2 വേരിഗേറ്റഡ് ലീഫാണ് ഇത്. ആ വെറൈറ്റികളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതൊന്ന് 3. പിന്നെ ഇത് മദർ പ്ലാന്റിൻ്റെ ഒരെണ്ണം. 4 തൈ, 4 കളറാണ് ഇതിനകത്ത്. അതേപോലെ ഇതെല്ലാം അങ്ങനെ തന്നെ. ഇതൊരെണ്ണം, ഇതൊന്ന്, 2, 3, 4. ഇത് 4. നല്ല വെറൈറ്റികളാണ്. തീമ വെറൈറ്റി, നല്ല പുതിയ റെഡ് സ്ട്രൈപ്പാണെന്ന് തോന്നി. ഇത് പല വെറൈറ്റികൾ ചേർന്നതാണ്. പിന്നെ ചിലതിൻ്റെ ലീഫ് കാണുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ലീഫ് കാണുമ്പോൾ നമുക്കറിയാം. ഇതുമെല്ലാം നല്ല നല്ല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. മിനിമം 3, ചിലതിനകത്തൊക്കെ 4 ഉണ്ട്. ഇത് നോക്കേ, 1, 2, 3. പിന്നെ ഈ മദർ പ്ലാന്റ്, അതിൻ്റെ പൂവും പിടിക്കും. അങ്ങനെ 4 കളറായിരിക്കും. എല്ലാത്തിലും ഉണ്ട് അങ്ങനെ 4 എണ്ണം. ഇത് നമ്മുടെ ഇത് ഫയറോപ്പാല. ഫയറോപ്പാലിൻ്റെ ഇല നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് ഫയറോപ്പാല. ഇതൊരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി. ഇത് റൂബി റെഡ്. 1, 2, 3, 4. ഇതിൽ 4 തന്നെ. ഇത് 4 അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇച്ചിരി സ്പേസ് മതിയല്ലോ. ഒരു പോട്ട് അങ്ങോട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു സ്പേസ്. പക്ഷേ സെപ്റ്റംബർ മുതൽ ജൂൺ വരെ 4 കളർ പൂ ഒരു ചെടിയെ പിടിച്ചാൽ എന്ത് ഭംഗിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ.
നിങ്ങളുടെ സിറ്റൗട്ടിൽ ഒരു തൈ ഇങ്ങനെ നിൽക്കുക. വരുന്ന ഗസ്റ്റുകളെല്ലാം അത് നോക്കി നിൽക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വന്നാൽ ബെല്ലടിച്ചിട്ട് ആദ്യം വീട്ടിലോട്ട് കയറത്തില്ല. ഈ ഭാഗത്തെല്ലാം ഇച്ചിരി കുറച്ച് നേരം നോക്കി നിന്നിട്ടായിരിക്കും കയറുന്നത്. പിന്നെ അവർ പറയും നമുക്ക് അകത്തിരിക്കേണ്ട വെളിയിരിക്കാമെന്ന് പറയും. അതൊക്കെ ഒരു രസമല്ലേ. ഇതും നല്ല നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതും ഫയറോപ്പലാണ്. വേണ്ട, ഇതിൽ 4 എണ്ണമാണ് കേട്ടോ. 4 എണ്ണം. 1 2 3 4. എല്ലാത്തിലും ചിലതിനകത്ത് 3, ചിലതിൽ 4. റേറ്റ് വ്യത്യാസമായിരിക്കും. 3 എണ്ണത്തിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല 4 എണ്ണത്തിനുള്ള. കാരണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു 40-45 ദിവസം വെക്കുന്നതെല്ലാം പിടിക്കത്തില്ല. ഓരോ മണ്ടയും വെട്ടിക്കളഞ്ഞ് ആ മണ്ട ചിലപ്പോഴേ അങ്ങ് പോകും. നമ്മൾ ആളിനെ ഇരുത്തിയാണ് ചെയ്യിക്കുന്നത്. പിന്നെ അപ്പോൾ എല്ലാം അങ്ങ് സക്സസ് ആവത്തില്ല. ചിലപ്പോൾ ചെടി തന്നെ പോകും, അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോഴും ഒരു 10 എണ്ണം വയ്ക്കുകയാണെങ്കിൽ ഒരു 5 എണ്ണം 4 എണ്ണമൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ എല്ലാം. അങ്ങനെ മാസങ്ങളായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇത് ഡോക്ടർ റാവുവും ചിലതിനകത്ത് ഞാൻ ചെയ്തതിനകത്ത് ഞാൻ ടാഗ് ഇട്ടിട്ടുണ്ട്. ഡോക്ടർ റാവു ഉണ്ട്, ഫയറോപ്പാലുണ്ട് ചെയ്തായിരുന്നു. ഫയറോപ്പാൽ ഇതിൽ പിടിച്ചില്ല. പിന്നെ വയലറ്റ് സെപ്റ്റംബർ അതായി പിടിച്ചിരിക്കുന്നത്. ഇത് ഡോക്ടർ റാവു, വയലറ്റ് സെപ്റ്റംബർ. ഇതുമെല്ലാം നല്ല നല്ല വെറൈറ്റികളാണ്. അപ്പോഴും നിങ്ങൾക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഗൺവില്ല വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോഴേ നിങ്ങൾ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫയറോപ്പലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. നമ്മുടെ സ്ഥിരം കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇത് കുറച്ച് ചെയ്യിപ്പിച്ചതും. കുറച്ചൊക്കെ സെയിലായി പോയി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.